കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ കേസിൽ അന്വേഷണ സംഘം നിയമോപദേശം തേടി. നാൽത്തടുക്ക സ്വദേശിനി ജസീല എന്തിന് ആത്മഹത്യ ചെയ്തു എന്നതിൽ കരുതലോടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനിടയിൽ സംഭവത്തിൽ ആരോപണ വിധേയനായ ഒരു യുവാവ് പോലീസ് നിരീക്ഷണത്തിലാണ്. മോഷണക്കുറ്റം ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയതിന്റെ മനോവിഷമത്തിൽ ആലമ്പാടി നാൽത്തടുക്കയിലെ ജസീല ജീവനൊടുക്കിയ കേസിന്റെ അന്വേഷണത്തിൽ അതീവ ജാഗ്രതയോടെ അന്വേഷണ സംഘം. നാടിനെ നടുക്കിയ ആത്മഹത്യാ സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരികയും മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കരുതലോടെയുള്ള അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന് മുന്നോടിയായി പോലീസ് നിയമോപദേശം തേടി. ഇതിന് ലഭിച്ച മറുപടിയുടെ ഫലത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ആദൂർ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ യുവതി നൽകിയ മൊഴിപ്പകർപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സ നൽകിയതിൻ്റെ രേഖകൾ, ചികിത്സ നൽകിയ ഡോക്ടർമാരുടെ മൊഴികൾ എന്നിവയും പോലീസ് കസ്റ്റഡിയിലാണ്. എലിവിഷം വാങ്ങിയ കട കണ്ടെത്തുകയും ഉടമയുടെ മൊഴി ശേഖരിക്കുകയും ചെയ്തു. ആലമ്പാടി നാൽത്തടുക്കയിലെ ജസീല കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഇന്ദിരാനഗറിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ മരണപ്പെട്ടത്. ഫെബ്രുവരി 15-നാണ് വിഷം കഴിച്ചത്. ഭർതൃവീട്ടിന് സമീപത്തെ വീട്ടിൽ നിന്നും 9.5 പവൻ സ്വർണം മോഷണം പോയതായി പറയുന്നു. ഇതിന് പിന്നിൽ ജസീലയാണെന്ന് കാണിച്ച് വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അതിനുശേഷം യുവതിയെ ഭർതൃവീട്ടുകാരും മാനസികമായി പീഡിപ്പിച്ചതായും പരാതിയുണ്ട്. ഇതോടെയാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് വിശദമാക്കുന്ന വീഡിയോ വാട്സാപ്പിലൂടെ പങ്കുവച്ച ശേഷം ജസീല എലിവിഷം കഴിച്ച് ജീവനൊടുക്കിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു യുവാവ് പോലീസ് നിരീക്ഷണത്തിലാണ്. എന്നാൽ അതാരാണെന്ന് വ്യക്തമാക്കുവാൻ പോലീസ് വൃത്തങ്ങൾ വിസമ്മതിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.